വിഷമിക്കാതെ എന്റെ താമര. എന്ത് പറ്റാൻ? ആ വീരരുദ്രൻ എന്നെ ഒന്ന് പെരുമാറി. ആ വീരഭദ്ര എന്ന സിനിമയില് അല്ല പടത്തില് കാസറ്റില് പൈക്കിന്ന് വീണാടി പെണ്ണേ. നീ ഇമോഷണലാകാതെ താമര. കുറച്ച് വെള്ളം ചൂടാക്ക്. മുഴുവൻ പാർട്സ് ഇളകിയെന്നാണ് തോന്നുന്നത്. എന്ത് ചന്തമുള്ള മോക്കായിരുന്നു. ഫീസ് കഴിഞ്ഞ ആഴ്ച കൊടുക്കേണ്ടതാ. എല്ലാ പ്രാവശ്യം എന്റെ പേര് നോട്ടീസ് ബോർഡിൽ വരും. അപ്പന്റെ പേര് ഒരുപാട് നോട്ടീസ് വന്നതല്ലേ? ഒരു മൈക്ക് സെറ്റ് എടുത്ത് വെച്ച് കാരടി. 2 ഇഞ്ച് വിലക ചവിട്ടിപ്പൊളിച്ച കാലാണിത്. ഒരു താങ്ങോച്ചാന്നോ ഉണ്ടല്ലോ. ഒന്ന് നിർത്തുന്നുണ്ടോ? ഞാൻ വല്ല മടത്തിനും പോയി ചേരും. എന്റെ കർത്താവ് ഈശോ മിശിഹായെ, ഞാൻ എന്താണ് കേൾക്കണത്? എന്റെ വിരോ നീ ചങ്കിടിച്ച് പദമാക്കല്ലേ. എല്ലാം ശരിയാകുമടി. നിന്റെ കരച്ചിലുണ്ടല്ല, അത് മാത്രം ഞാൻ സഹിക്കുകയില്ല. കറിക്ക് എന്ത് കിട്ടി വിരോ? ഇച്ചിരി കൊഴുവ. കൊഴുവയാണാ? എന്നാ പീരയിട്ട് പറ്റീര്. എന്നെ അങ്ങനെ പറ്റിക്കണ്ട. എന്താ എന്താ പ്രശ്നം? നീ 2-3 ദിവസമായിട്ട് എവിടെയായിരുന്നു മോനെ? അമ്മച്ചിക്ക് എന്നോട് പിണക്കൊന്നുമില്ലല്ലോ. നീ ഒന്ന് പോടാ. ഓ, എന്തൊരു സെന്റിന്റെ മണം മകനെ. ചേട്ടന്റെ ഡ്രസ് അസലായിരിക്കുന്നു. സിസിലി കുട്ടിക്കൊന്നും മേടിച്ചില്ലേ മോനെ? അത് സാരമില്ലേട്ടാ. അവന് വിശക്കുന്നുണ്ടാവും. വല്ലതും കൊടുക്കു വരൂ. വാ മോനെ. ആ, മോൻ പോയി വല്ലതും കഴിക്കേ. സിസിലി, എനിക്കൊന്നും വേണ്ടേട്ടാ. ചേട്ടൻ വലിയൊരാളെ കണ്ടാ മാത്രം മതി. ആരാണ്? 2-3 പ്രാവശ്യമായി വരുന്നു. ആരാന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല കുഞ്ഞെ. സാറില്ലാന്ന് പറഞ്ഞിട്ട് പോവണ്ടേ? വല്ലാത്തൊരു മനുഷ്യൻ. ഹലോ, ഇനി ലേറ്റ് ആവുന്നോ? ശരി പപ്പ, വേഗം വരണം. പപ്പ വന്നിട്ടേ ഞാൻ ഊണ് കഴിക്കൂ. ആ, ignition.
ഞാനിപ്പോ എന്ത് വേണമെന്നാണ് നിങ്ങൾ പറയുന്നത്? ഇത്ര ഓപ്പണായിട്ട് ത്രട്ടം ചെയ്യുമ്പോ ഒരു കരുതൽ, അത്രേ ഉള്ളൂ. ഓ സ്വാമി, ഒരു ഇരുമ്പ് ചട്ടയ്ക്ക് ഓർഡർ കൊടുത്തേക്ക്. എന്നാ ഞാൻ ഇനി അത് വിട്ടോണ്ട് നടക്കാം. എന്താ? ആ ടെൻഡർ നമുക്ക് തന്നെ കിട്ടാൻ സാധ്യതയുള്ള സ്ഥിതിക്ക് ബോംബെയിലുള്ള ബ്ലൂ മറൈൻ ഇന്റർനാഷണൽ വെറുതെ ഇരിക്കില്ല. ഇതിനു മുൻപും അവർ നമ്മുടെ പൊരുതി തൊട്ടിട്ടുള്ളതാ. മിസ്റ്റർ പൊതുവാ, ഈ കാര്യത്തിൽ തോൽവിയും ചെയ്യുമെന്നൊക്കെ പറയുന്നത് കോട്ട് ചെയ്യുന്ന തുകയുടെ ഏറ്റക്കുറച്ചുകൾ അനുസരിച്ചാണ്. ബിസിനസ്സിൽ വാശി വേണം, വൈരാഗ്യം എന്തിനാ? ഈ ത്രെട്ടണിങ് എന്തിനാ? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഈ ടെൻഡർ കിട്ടിയാൽ ഇന്റർനാഷണൽ ലെവലിൽ അവർക്ക് ചില കളികളൊക്കെ കളിക്കാൻ സാധിക്കും. ഈ അതോ ലോകത്തെ തീറ്റി പോറ്റുന്നത് തന്നെ അടുക്കാനും അകലാനും കൊള്ളാത്ത ഈ മൂർഖം പാമ്പുകളാണല്ലോ. ഞാൻ ഈ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നത് മിഖായൽ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന 12,000 തൊഴിലാളികളുടെ പുരോഗതി മുന്നിൽ കണ്ടുകൊണ്ടാണ്. കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തും നമുക്കത് നേടിയെടുക്കണം. സർ, പോലീസ് കമ്മീഷണറെ വിളിച്ചൊന്ന് സംസാരിച്ചാലോ? എന്തിനാ? എന്റെ വീടിന് ചുറ്റും കാവൽ നിർത്താനോ? അയാൾ അല്ലെങ്കിൽ തന്നെ കാണുമ്പോഴൊക്കെ എന്നെ ചാടി കടിക്കാൻ വരുന്നവനാ. ഒരു എസ്കോർട്ട് ഉള്ളത് എന്റെ ജന്മത്തിനൊരു സമയം ദൈവം കണ്ടെത്തി. അതുപോലെ മരണത്തിനൊരു സമയം നിശ്ചയിച്ചിട്ടുണ്ടാവും. അതിനെ മറികടന്ന് ആർക്കും എന്നെ ഒരു ചുക്കും ചെയ്യാനാവില്ല. ഓക്കെ, നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ കോപ്പറേഷൻ. യെസ് സർ. മോൾ ഇതുവരെ ഉറങ്ങിയില്ലേ? ഊണും കളിച്ചിട്ടില്ല സാർ. ഉം. പപ്പ എന്താ വല്ലാതിരിക്കുന്നേ? ഏയ്, വല്ലാത്ത ക്ഷീണം മോളെ. ഡിന്നർ റെഡി സാർ. വേണ്ട, മോള് കഴിച്ചോ? കുറച്ചെങ്കിലും കഴിക്കൂ പപ്പ. ഒട്ടും വേണ്ട മോളെ. പപ്പ ഒന്ന് കിടക്കട്ടെ. ആ